ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ നമ്മുടെ QM-ലെ ഫോർത്ത് മൊഡ്യൂളാണ് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളാണ്. അപ്പോൾ നമ്മുടെ ഫോർത്ത് മൊഡ്യൂളാണ് ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോർത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫോർത്ത് മൊഡ്യൂളിൻ്റെ പേര് സ്കാറ്ററിംഗ് ആണ്. ആക്ച്വലി ഇത് നിങ്ങൾ സെക്കൻഡ് സെമ്മിൽ ആയിരുന്നു ഇതുവരെയുള്ള സിലബസിൽ, ബട്ട് നിങ്ങളുടെ സിലബസ് മുതൽ ഇത് തേർഡ് സെമ്മിലേക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ സ്കാറ്ററിങ്ങിൻ്റെ കുറേ ഭാഗം നമ്മൾ ക്ലാസിക്കലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസിക്കലിലുള്ള സ്കാറ്ററിങ്ങും QM-ലുള്ള സ്കാറ്ററിങ്ങും തമ്മിൽ ആ ടേംസൊക്കെ ഏകദേശം ഇക്വലൻ്റ് ആണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. QM-ലുള്ള സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിലെ സ്കാറ്ററിംഗ് പറഞ്ഞാൽ ക്ലാസിക്കലിലെ സ്കാറ്ററിംഗ് പോലെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ മെയിൻ പ്രോബ്ലം പറഞ്ഞാൽ സ്മോൾ പാർട്ടിക്കിൾ ദ അൺസർട്ടനിറ്റി റിലേഷൻ ഒബേ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യില്ല, ക്ലാസിക്കലിൽ ചെയ്ത പോലെ നമുക്ക് സ്കാറ്ററിങ് ജസ്റ്റ് വന്ന് ഹിറ്റ് ചെയ്ത് ആക്കാൻ. അപ്പോൾ നമ്മളിവിടെ QM-ൽ ക്ലാസിക്കലിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ സ്കാറ്ററിങ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്കാറ്ററിങ് പ്രോബ്ലംസിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ സ്കാറ്ററിങ് കൺസിഡർ ചെയ്യുമ്പോൾ ജനറലായിട്ട് ഇവിടെ കുറേ അസംഷൻ എടുക്കുന്നുണ്ട്. ആ അസംഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എടുക്കുന്ന അസംഷൻ പറയുന്നത്, നമ്മുടെ സ്കാറ്ററിങ് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, കുറച്ച് സം പാർട്ടിക്കിൾസ് ഒരു സ്കാറ്ററിങ് പൊട്ടൻഷ്യലിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുക. അപ്പം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദാറ്റ് സ്കാറ്ററിംഗ് പൊട്ടൻഷ്യൽ ദ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ ഗെറ്റ് സ്കാറ്റേഡ് ആൻഡ് ഈസ് നോൺ ആസ് ദ സ്കാറ്റേഡ് പാർട്ടിക്കിൾസ്. ഈ സ്കാറ്ററിംഗ് പൊട്ടൻഷ്യലിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്ട് ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിന് എന്ത് ചെയ്യും, സ്കാറ്ററിംഗ് മീൻസ് ഒരു ഡീവിയേഷൻ ഇൻ ദെയർ പാത്തിന് എന്ത് ചെയ്യാം, ഡീവിയേഷൻ ഉണ്ടാവാണ്ടിരിക്കുക, എന്തായാലും ആ ഒരു പൊട്ടൻഷ്യലിൻ്റെ എഫക്റ്റ് എന്തെങ്കിലും ആ പാർട്ടിക്കിളിൽ കാണിക്കും. അപ്പം സ്കാറ്ററിംഗ് പൊട്ടൻഷ്യലിൻ്റെ മുന്നേയുള്ള കേസിലുള്ള പാർട്ടിക്കിൾസ് ആർ ദ കമ്മിങ് പാർട്ടിക്കിൾസ് ഓർ ദ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് ആൻഡ് ദ സ്കാറ്റേഡ് പാർട്ടിക്കിൾസ്. അതിൻ്റെയൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസിക്കലിൽ നിന്ന് കിട്ടും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും മാറ്റില്ല, ജസ്റ്റ് നമ്മൾ പ്രോബ്ലം ഡീൽ ചെയ്യുന്ന ഇതിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ഇൻസിഡൻറ്റ് പാർട്ടിക്കിളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഓൾ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് ഹാവ് സെയിം എനർജി. നമ്മൾ അസ്യൂം ചെയ്യണം. നമുക്ക് സ്കാറ്ററിംഗ് പ്രോബ്ലം പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി സിംപ്ലറായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അസംഷൻ എടുക്കാൻ. അതിലെ ഫസ്റ്റ് അസംഷനാണ് എന്ത്, ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് ഹാവ് സെയിം എനർജി ആൻഡ് വൺ മോർ കണ്ടീഷൻസ് ആർ ദർ മേ ബി നോ ഇൻട്രാക്ഷൻ എമംഗ് ദംസെൽഫ്. അവ തമ്മിൽ, ഓരോ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് തമ്മിലും എന്ത് ഇല്ല, ഇൻട്രാക്ഷൻ ഇല്ല. മിക്കവാറും എല്ലാ കേസിലും അത് സെയിം പാർട്ടിക്കിൾസ് തന്നെ ആയിരിക്കും. എന്തായാലും ഈ പാർട്ടിക്കിൾസ് തമ്മിൽ എന്തില്ല, ദർ ഈസ് നോ ഇൻട്രാക്ഷൻ എമംഗ് ദംസെൽഫ്. നെക്സ്റ്റ് നമ്മൾ സ്കാറ്ററിംഗ് പൊട്ടൻഷ്യലിൻ്റെ കേസിലെടുക്കുക. സ്കാറ്ററിംഗ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുക, ഒരു സ്കാറ്ററിംഗ് പൊട്ടൻഷ്യൽ പറഞ്ഞാൽ ആ ഒരു പൊട്ടൻഷ്യലിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഈ വരുന്ന ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ എന്തുണ്ടാകുന്നത്, സ്കാറ്ററിംഗ് സംഭവിക്കുന്നത്. അപ്പം ഈ ഒരു സ്കാറ്ററിംഗ് പൊട്ടൻഷ്യൽ ഓൺലി എ സ്മോൾ റീജിയനിൽ മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ അറൗണ്ട് ദിസ് സ്കാറ്ററിംഗ് പൊട്ടൻഷ്യൽ സെൻറ്റർ. ഈ സ്കാറ്ററിംഗ് സെൻറ്ററിൻ്റെ അറൗണ്ടായിട്ട് ഒരു സ്മോൾ റീജിയനിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സ്കാറ്ററിംഗ് പൊട്ടൻഷ്യൽ എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. അപ്പോൾ വരുന്ന ഇൻസിഡൻറ്റ് പാർട്ടിക്കിളും സ്കാറ്റേഡ് ചെയ്ത് പോകുന്ന കുറച്ച് ഫാർ അവേ ഉള്ള പാർട്ടിക്കിൾസും എന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, വിച്ച് ഈസ് ട്രീറ്റഡ് ആസ് എ ഫ്രീ പാർട്ടിക്കിൾ. ബിക്കോസ് എന്താണ്, അതിൻ്റെ മേലെ എന്ത് ചെയ്യുന്നില്ല, പൊട്ടൻഷ്യൽ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. That is far away, all the particles are considered as a free particle. There is no potential. Okay, then the next assumption is നമ്മൾ കൺസിഡർ ചെയ്യാണ് നമ്മൾ ചെയ്യുന്ന ടാർജറ്റ്, ദാറ്റ് ഈസ് സ്കാറ്ററിംഗ് പൊട്ടൻഷ്യൽ ഓഫർ ചെയ്യുന്ന ആ ടാർജറ്റ് എന്താണ്, ഹെവി ആണ് എന്ന് അസ്യൂം ചെയ്യുക. ദാറ്റ് ഈസ് ദ ടാർജറ്റ് ഈസ് ഹെവി, ദാറ്റ് മീൻസ് ദ സ്കാറ്ററിംഗ് ഈസ് ഇലാസ്റ്റിക്. ടാർജറ്റ് ഹെവി ആകുമ്പോൾ സ്കാറ്ററിംഗ് ഈസ് ഇലാസ്റ്റിക്. വാട്ട് യു മീൻ ബൈ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ്? ദ എനർജി ഷുഡ് ബി കൺസേർവ്ഡ്. ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ എനർജി ഒന്നും തന്നെ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല, ടാർജറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ദ എനർജി ഷുഡ് ബി എ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ഇൻ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ്. ഓക്കെ, അപ്പം ദീസ് ആർ ദ major introduction in scattering. So we have to discuss first scattering cross section and scattering amplitude. അപ്പം ഏതൊരു സ്കാറ്ററിംഗ് പ്രോബ്ലത്തിൽ നമുക്ക് മെയിനായിട്ട് കണ്ടുപിടിക്കേണ്ട സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും, സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്തായിരിക്കും എന്നായിരിക്കും. അപ്പം നമ്മൾ ഫസ്റ്റ് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനും സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡിനും ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. എന്തായിരുന്നു സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്നൊക്കെ നമ്മൾ ക്ലാസിക്കലിൽ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നോട്ട്സും കൂടെ നോക്കുക, ജസ്റ്റ് ഡെഫിനേഷനൊക്കെ അതിൽ നോക്കുക. അപ്പം നമ്മൾ എന്തായാലും നമ്മളെ സ്കാറ്ററിംഗ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്കാറ്ററിംഗ് ഡിസ്കസ് ചെയ്യുമ്പം സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡും ഫസ്റ്റ് ആംപ്ലിറ്റ്യൂഡ് ദെൻ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ
ആക്സിസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്, എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് സെഡ് ആക്സിസ്. കൺസിഡർ ചെയ്യുക നമ്മുടെ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് ആർ കമ്മിങ് അലോങ് സെഡ് ആക്സിസിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഇൻസിഡൻറ്റ് പാർട്ടിക്കിളെ സ്കാറ്ററിംഗ് പൊട്ടൻഷ്യലിനെ ഹിറ്റ് ചെയ്യുന്നത്. അപ്പം ആഫ്റ്റർ ഹിറ്റിംഗ് അല്ലെങ്കിൽ ഈ സ്കാറ്ററിംഗ് പൊട്ടൻഷ്യലിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, സ്കാറ്റേഡ് ആവുന്നത് നമുക്ക് എന്താണ് എലോങ് സെഡ് ഡയറക്ഷൻ തന്നെ ഒന്നും പറയാൻ പറ്റില്ല, എലോങ് വൈ എന്നും എലോങ് എക്സ് എന്നും പറയുന്നില്ല. അതെന്താണ് സ്പേസിൽ ഇങ്ങനെ അങ്ങ് ചിതറി കിടക്കുന്ന പോലെ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ അതിലേക്ക് സ്കാറ്റേഡ് പാർട്ടിക്കിൾസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റം പറഞ്ഞാൽ എന്തായിരിക്കും, SPC ആയിരിക്കും. SPC മീൻസ് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ്. അപ്പോൾ നമ്മൾ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലൂടെ നമ്മൾ ആർ തീറ്റ, ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ സെഡ് ആക്സിസിലാണെങ്കിലും സ്കാറ്റേഡ് പാർട്ടിക്കിൾ ആർ തീറ്റ ഫൈവ് എന്നുള്ള എലോങ് ആർ തീറ്റ ഫൈവ് ഡയറക്ഷനിലൂടെ എന്ത് ചെയ്യും, സ്കാറ്റേഡ് ചെയ്യും. ഇനി നമുക്ക് സം ക്വാണ്ടിറ്റീസ് ഡിഫൈൻ ചെയ്യണം. ക്വാണ്ടിറ്റീസ് മീൻസ് കുറച്ച് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യണം. ആ ഡിഫൈൻ ചെയ്താൽ നമുക്ക് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനും ദെൻ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡും കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അപ്പം ഫസ്റ്റ് JSC പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. J എന്ന് പറഞ്ഞാൽ കറൻറ്റ് ഡെൻസിറ്റിയാണ് നമ്മളറിയാം. അപ്പോൾ ഇവിടെ QM ആയതുകൊണ്ട് ഈ പാർട്ടിക്കിൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനൊന്നും കഴിയില്ല, ഒരു പാർട്ടിക്കിൾ പറഞ്ഞ് എടുക്കാനൊന്നും കഴിയില്ല. അപ്പോൾ നമ്മളതിൻ്റെ ഒരു കറൻറ്റ് ഡെൻസിറ്റിയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. വേറെ JSC പറഞ്ഞാൽ എന്താണ്, സ്കാറ്റേഡ്. SC മീൻസ് സ്കാറ്റേഡ് ആണ്. അപ്പോൾ സ്കാറ്റേഡ് പാർട്ടിക്കിൾസിൻ്റെ കറൻറ്റ് ഡെൻസിറ്റിയാണ്. കറൻറ്റ് ഡെൻസിറ്റി അത് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ എടുക്കുന്നത്, ഇവിടെ നമ്മളൊരു ഈ ആർ തീറ്റ ഫൈ എലോങ് ഡയറക്ഷനിലൂടെ അല്ലേ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു കോൺ അസ്യൂം ചെയ്യും. ഈ കോൺ അസ്യൂം ചെയ്യുന്ന ഈ ഒരു എലമെൻ്റൽ ഏരിയയാണ് DS. അപ്പം JSC പറഞ്ഞാൽ കറൻറ്റ് ഡെൻസിറ്റി ഓഫ് ദ സ്കാറ്റേഡ് പാർട്ടിക്കിൾ. അതെങ്ങനെ കണ്ടുപിടിക്കാന്നാൽ ഈ ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ 1 സെക്കൻഡിൽ ഈ ഏരിയ DS എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ എലമെൻ്റൽ ഏരിയയിലൂടെ പോകുന്ന സ്കാറ്റേഡ് പാർട്ടിക്കിളുടെ പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് പാർട്ടിക്കിൾ ഫോർ സ്കാറ്റേഡ് ത്രൂ ആൻ ഏരിയ DS ഇൻ 1 സെക്കൻഡ്. ഓക്കെ അല്ലേ? അപ്പം JSC പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് എന്താണ്, കറൻറ്റ് ഡെൻസിറ്റി ഓഫ് ദ സ്കാറ്റേഡ് പാർട്ടിക്കിൾ. അപ്പം അത് കണ്ടുപിടിക്കാൻ ജസ്റ്റ് 1 സെക്കൻഡിലുള്ള പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കുക. ബട്ട് ഓക്കെ, ഒരു ചെറിയതുണ്ട്. JSC പറഞ്ഞാൽ കറൻറ്റ് ഡെൻസിറ്റി ഓഫ് ദ സ്കാറ്റേഡ് പാർട്ടിക്കിൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു കറൻറ്റ് ഡെൻസിറ്റി ഈ ഒരു DS എലമെൻറ്റിലൂടെ പോകുന്ന 1 സെക്കൻഡാണ് കൺസിഡർ ചെയ്യുന്നത്. DS എലമെൻറ്റിലൂടെ സ്കാറ്റേഡ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ പ്രോബബിലിറ്റിനെ നമുക്ക് എഴുതാം ഈ JSC പറഞ്ഞാൽ സ്കാറ്റേഡ് കറൻറ്റ് ഡെൻസിറ്റി ഇൻറ്റു DS പറഞ്ഞാൽ ദിസ് സ്മോൾ എലമെൻ്റൽ. അപ്പോൾ നമ്മൾ ഇത്രയും ഏരിയയിലൂടെ അല്ലെങ്കിൽ ഈ കോണിലൂടെ പാസ് ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പം JSC.ds, ഈ JSC.dsനെ നമുക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം. JSC.ds പറഞ്ഞാൽ അവിടെ ഒരു ഡോട്ട് പ്രൊഡക്റ്റാണ്. അപ്പം നമ്മളവിടെ JSCR പറഞ്ഞൊരു കോമ്പോണൻ്റ് എടുത്തു. ഈ JSCR എന്താണ്, ഈ JSCയുടെ കോമ്പോണൻ്റ് ആണ് എലോങ് ആറിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എന്തായിരിക്കും, ഈ ആർ തീറ്റ ഫൈവ് ഡിഫൈൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ വരയ്ക്കുന്ന ഈ ആറിന് XY ഉള്ള പ്രൊജക്ഷനിലുമായിട്ട് ഉണ്ടാക്കുന്ന എക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത്, ഫൈ. ദെൻ Z വിത്ത് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത്, തീറ്റ. ഓക്കെ, ഇവിടെ DΩ പറഞ്ഞ് മാർക്ക് ചെയ്ത് സോളിഡ് ആംഗിളാണ്, അത് കോണിൻ്റെ സോളിഡ് ആംഗിളാണ്, അറിയാലോ. സാധാ സർക്കിളാണെങ്കിൽ എന്താണ്, ആർക്ക് ബൈ റേഡിയസ് എന്നുള്ള ഫോമിലാണ് എന്തുണ്ടാവുക, തീറ്റ ഉണ്ടാവുക. കോണാകുമ്പോൾ അത് 3 ഡയമെൻഷനിലേക്കല്ല വരിക, ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ ആംഗിൾ പോലെയാണ് കോണിന് എന്തുള്ളത്, സോളിഡ് ആംഗിൾ. അപ്പോൾ നമ്മൾ ഈ JSC.ds പറഞ്ഞാൽ എന്താണ്, DS ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന 1 സെക്കൻഡിൽ DS ഏരിയയിലൂടെ എലമെൻ്റൽ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന സ്കാറ്റേഡ് പാർട്ടിക്കിളിൻ്റെ പ്രോബബിലിറ്റി. അത് നമുക്ക് ജസ്റ്റ് JSCR പറഞ്ഞാൽ കമ്പോണൻറ്റ് ടേമിലേക്ക് മാറ്റി എഴുതിയാൽ JSCR/DS ഡിവൈഡഡ് ബൈ r² r². ഇങ്ങനെ മാറ്റി എഴുതുന്നത് എന്തിനാ വെച്ചാൽ നമുക്ക് ഈ സോളിഡ് ആംഗിളിൻ്റെ ഫോമിലേക്ക് ഇതൊന്ന് കൺവേർട്ട് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്.
ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് ജെ എസ് ഇൻറ്റു ഡി എസ് ഇൻ ടേംസ് ഓഫ് സോളിഡ് ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്ത് ദാറ്റ് ഈസ് ജെ എസ് സി ആർ ഡി ഒമേഗ ബൈ ഡി ആർ സ്ക്വയർ. അവിടെ ഡി ഒമേഗ പറഞ്ഞ് ഡിഫൈൻ ചെയ്ത ഡി എസ് ബൈ ആർ സ്ക്വയർ ആണ്. ഇത് എങ്ങനെയാണെന്നല്ലേ നേരത്തെ ഞാൻ സർക്കിളിൻ്റെ കേസ് പറഞ്ഞില്ലേ, ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. അതെന്താണ്, 2 ഡയമെൻഷനിലാണ് സർക്കിൾ ഉണ്ടാവുക. 3 ഡയമെൻഷനിലേക്കാകുമ്പം ആർക്കിന് പകരം ഇവിടെ എന്താവും, ആർക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലെങ്ത് അല്ലേ, അതിന് പകരം ഇവിടെ ഏരിയ ദാറ്റ് ഈസ് ഡി എസ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ആ ഒരു കോൺസെപ്റ്റിൽ അത് മാത്തമാറ്റിക്കൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ആ ഒരു ആംഗിളിലേക്കാണ് നമ്മൾ ഡി ഒമേഗ പറഞ്ഞെത്തിയത്. വെർ ഡി ഒമേഗ ഇസ് ദ സോളിഡ് ആംഗിൾ സബ്ടെൻഡഡ് ബൈ ദാറ്റ് കോൺ. കോൺ ഏതാണെന്ന് നേരത്തെ ഫിഗറിന് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യം, സ്കാറ്റേർഡ് പാർട്ടിക്കിളിൻ്റെ പ്രോബബിലിറ്റി എപ്പോഴും എന്തിൻ്റെ പ്രോബബിലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും, ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ പ്രോബബിലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ലെസ്സർ നമ്പർ ഓഫ് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ ആണെങ്കിൽ സ്കാറ്റേർഡ് ചെയ്യാൻ ലെസ് നമ്പർ പാർട്ടിക്കിൾസ് അല്ലേ ഉണ്ടാവുള്ളൂ. ലാർജ് നമ്പർ ഓഫ് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വിൽ സ്കാറ്റേർഡ്. സോ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് സ്കാറ്റേർഡ് പാർട്ടിക്കിൾ ഈസ് പ്രൊപ്പോർഷണൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് സ്കാറ്റേർഡ് പാർട്ടിക്കിൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. അലോങ് എ ക്രോസ് സെക്ഷൻ ഡി എസ് ഇൻ 1 സെക്കൻഡ് ജെ എസ് സി ആർ ഡി ഒമേഗ ആർ സ്ക്വയർ ഫ്രം 1 എന്ന് കിട്ടും ഈസ് പ്രൊപ്പോർഷണൽ ടു ജെ ഇ. Then we have to replace the proportionality constant with a constant of proportionality d sigma, that is a SCR d omega r square is equal to d sigma j. ഇവിടെ ഈ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി d sigma is known as the differential scattering cross section. ഇതൊരു 1 വെയിറ്റേജിലൊക്കെ സ്ഥിരം ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ ഡിഫറൻഷ്യൽ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കാറ്റേർഡ് പാർട്ടി ജസ്റ്റ് ഇക്വേഷൻ എഴുതിയിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇതിൽ ഡി സിഗ്മ എന്താണ് ഇതിൻ്റെ മെയിൻ സിഗ്നിഫിക്കൻസ് പറഞ്ഞാൽ ഈ ഒരു ഡി സിഗ്മാറിന് ഈ ഒരു കോൺസ്റ്റൻറ്റ് വെറും കോൺസ്റ്റൻ്റ് അല്ല, അതിനൊരു ഡയമെൻഷൻ ഉണ്ട് വിച്ച് ഹാസ് ദ ഡയമെൻഷൻ ഓഫ് ഏരിയ. ജസ്റ്റ് ഇതിൽ നിന്ന് മനസ്സിലാവും. ജെക്ക് പ്രോബബിലിറ്റി രണ്ടും ക്യാൻസൽ ചെയ്താൽ ഡി ഒമേഗ ആംഗിളാണ് ഡയമെൻഷൻ, ദെൻ ആർ സ്ക്വയർ ഈസ് ദ ഹാവ് ദ ഡയമെൻഷൻ ഓഫ് ഏരിയ. സോ ഡി സിഗ്മ ഈസ് ദ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ വിച്ച് ഹാസ് ദ ഡയമെൻഷൻ ഓഫ് ഏരിയ. ഇത് നമ്മൾ ഈ ഇക്വേഷൻ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ 2ൻ്റെ ആർ എച്ച് എസ് നോക്കാം. ഈ ഇക്വേഷൻ്റെ 2ൻ്റെ ആർ എച്ച് എസ് എന്താണ്? ജെ പറഞ്ഞാൽ മീൻസ് ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ കറൻറ്റ് ഡെൻസിറ്റി ഇൻറ്റു ഡി സിഗ്മ പറഞ്ഞാൽ ഈ ഡി സിഗ്മ ഏരിയയിലൂടെ പോകുന്ന അല്ലെങ്കിൽ ഡി സിഗ്മ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇൻസിഡൻറ്റ് പാർട്ടിക്കിളാണ് എന്ത്? ഈ ഇക്വേഷൻ 2ൻ്റെ ആർ എച്ച് എസ്. ആർ എച്ച് എസ് ഓഫ് ഇക്വേഷൻ 2 ഈസ് റെപ്രസെൻറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ മീൻസ് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ പാസിങ് ത്രൂ ആൻ ഏരിയ ഡി സിഗ്മ ഇൻ 1 സെക്കൻഡ്. ഓക്കെ, അപ്പം ഈ ഡി സിഗ്മ എന്നുള്ള ഏരിയയിലൂടെ പാസ് ചെയ്യുന്നതാണ് മീൻസ് അതായത് എന്താണ് ഇത്രയേ ഉള്ളത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാനെങ്കിൽ സിഗ്മ ടി സിക്വൽ ടു ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ എന്ത് ചെയ്താൽ മതി? ഈ ഡി സിഗ്മ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. വേർ സിഗ്മ ടി ഇസ് ദ ടോട്ടൽ ഏരിയ ഓഫേർഡ് ബൈ ദ സ്കാറ്ററിംഗ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 2 ഡി സിഗ്മ കണ്ടുപിടിക്കുക. ഡി സിഗ്മനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്തും? ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനായ സ്കാറ്ററിംഗ് ഡി സിഗ്മ ടി കിട്ടും. അപ്പോൾ ഡി സിഗ്മ ഈക്വൽ ടു ഇതിൽ നിന്ന് എന്ത് കിട്ടും? ജെ എസ് സി ആർ ഡി ഒമേഗ ബൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജെ എൻ. ദെൻ സിഗ്മ ടി is equal to integral d sigma which is j s c r by j n r square d omega. put it as equation number 3. ഇനി ഇത് ഫർദർ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ജെ എസ് സി ആറും ജെ ഇന്നും കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ടാണ് നെക്സ്റ്റ് മെത്തേഡ്. ഫസ്റ്റ് നമ്മൾ ഇൻസിഡൻറ്റ് ജെ ഇന്ന് കാണും, ദെൻ ജെ എസ് സി ആർ കാണും. അപ്പോൾ ജെ ഇന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ജെ ഇന്ന് കണ്ടുപിടിക്കാൻ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് അസംപ്ഷനിൽ എടുത്തിട്ടുണ്ട് എലോങ് സെറ്റ് ഡയറക്ഷനിലാണ് എന്ത് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ വരുന്നതെന്നും ദെൻ ഫാർ അവേ ഫ്രം ദ സ്കാറ്ററിംഗ് സെൻറ്ററിൽ ഇതെന്താണ് പാർട്ടിക്കിൾ ഫ്രീ ആണെന്നും പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ഫ്രീ പാർട്ടിക്കിളിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതുകയാണ്. ഇതെന്താ ഇങ്ങനെ എഴുതുന്നത് വെച്ചാൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ചെയ്യുന്നത് ജെയിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്തായിരുന്നു? -IH/2m സൈ സ്റ്റാർ ഡെൽ സൈ മൈനസ് സൈ ഡെൽ സൈ സ്റ്റാർ. അപ്പോൾ സൈ കിട്ടണം. അപ്പോൾ സൈ കിട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതാണ്. ഫ്രീ പാർട്ടിക്കിളാണ്, അപ്പോൾ v is equal to 0 ആണ്. ദെൻ -h²/2m ഡെൽ സ്ക്വയർ സൈ വിച്ച് ഈസ് ഈക്വൽ ടു IH ഡോ സൈ ബൈ ഡോ ടി. എലോങ് സെറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഡെൽ സ്ക്വയറിനെ മാറ്റി എഴുതാണ്. ഡെൽ സ്ക്വയറിനെ മാറ്റി എഴുതുമ്പോൾ -h²/2m d സ്ക്വയർ സൈ ഓഫ് സെറ്റ് ഡിവൈഡഡ് ബൈ d z സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു IH ഡോ സൈ ബൈ ഡോ ടി വിച്ച് ഈസ് ഈ സൈ ഓഫ് സെറ്റ് ദാറ്റ് ഈസ് -IH²/2m ജസ്റ്റ് ഒന്ന് ഡോ സെറ്റ് സ്ക്വയർ സൈ ഓഫ് സെറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ഈ സൈ ഓഫ് സെറ്റ്. ഇതെന്താണ്? നമ്മൾ ഫ്രീ പാർട്ടിക്കിൾ
ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ് വിത്ത് കറസ്പോണ്ടിങ് സൊല്യൂഷൻ എക്സ്പൊണൻഷ്യൽ IKZ വിച്ച് ഈസ് എ പ്ലെയിൻ വേവ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സൈ കിട്ടിയാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് കറണ്ട് ഡെൻസിറ്റി കാണാനാണ്. കറണ്ട് ഡെൻസിറ്റിൻ്റെ ഇക്വേഷൻ J is equal to -IH/2m psi star del psi minus psi del psi star. ദെൻ J in is equal to സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈ സ്റ്റാർ ആകുമ്പോൾ നെഗറ്റീവ് കൊടുക്കണം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഞാൻ J in കണ്ടുപിടിച്ചു. H/K/m പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 6. അപ്പോൾ ഇക്വേഷൻ 3ൽ JSCR/J in ആണ്. അതിൽ J in ആണ് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് JSCR കണ്ടുപിടിക്കണം. അതായത് സ്കാറ്റേർഡ് പാർട്ടിക്കിളിൻ്റെ എല്ലാം R ഡയറക്ഷനുള്ള കോമ്പോണൻറ്റ്. അപ്പോൾ നമ്മൾ സ്കാറ്റേർഡ് പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവും വിച്ച് ഈസ് ദ സ്കാറ്ററിങ് പൊട്ടൻഷ്യൽ. ദെൻ അതിന് കറസ്പോണ്ടിങ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതുക. ഫസ്റ്റ് -h²/2m del square psi of x plus b of x psi of x equal to E psi of x. ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു അസംഷനും കൂടെ എടുക്കുകയാണ്. എന്താണ് എടുക്കുന്ന അസംഷൻ എന്ന് വെച്ചാൽ സ്കാറ്റേർഡ് പാർട്ടിക്കിൾസ് ഒരു ഐസോട്രോപ്പിക് ആയിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ സ്കാറ്ററിങ് ഈസ് ഐസോട്രോപ്പിക് ആണെങ്കിൽ സ്കാറ്റേർഡ് പാർട്ടിക്കിൾ എന്തായിരിക്കും? ഇൻ സ്ഫെറിക്കലി സിമെട്രിക് ഫോമിലായിരിക്കും. ദാറ്റ് ഈസ് നമുക്ക് അതിൻ്റെ സൈ അപ്രോക്സിമേറ്റ്ലി എങ്ങനെ എഴുതാം? e⁻⁴ എന്ന് എഴുതാം. ബട്ട് ഇൻ എല്ലാ കേസിലും എന്താവണം എന്നില്ല, ഐസോട്രോപ്പിക് ആവണമെന്നില്ല. അപ്പോൾ ഐസോട്രോപ്പിക് ആവില്ലെങ്കിൽ നമ്മളവിടെ ഒരു അനൈസോട്രോപ്പിക് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മോഡുലേഷൻ ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ മോഡുലേഷൻ ഫാക്ടർ നമ്മൾ f(θ∅) എന്ന് കൊടുക്കും. ദാറ്റ് ഈസ് f(θ∅) ഇൻറ്റു e⁻⁴. ഈ f(θ∅) എന്നാൽ ഇതൊരു അസംഷനാണ്. ഈ പ്യൂർലി ഐസോട്രോപ്പിക് ആണെങ്കിൽ നമുക്ക് ഇത് മാത്രം കൺസിഡർ ചെയ്യുന്നു. പക്ഷെ എല്ലാ കേസിലും ഐസോട്രോപ്പിക് ആവണമെന്നില്ലല്ലോ, ഇങ്ങനെ സ്ഫെറിക്കലായിട്ട് പോകണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മോഡുലേഷൻ ഫാക്ടറും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഈ മോഡുലേഷൻ ഫാക്ടർ ആംഗിളിനെ ബേസ് ചെയ്തിട്ടല്ലേ ഉണ്ടാവും. അപ്പോൾ f(θ∅) ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? സ്കാറ്ററിങ് ഡയറക്ഷൻ പറഞ്ഞാൽ ആംഗിളിനനുസരിച്ചല്ലേ മാറുന്നത്. ദാറ്റ് ഈസ് f(θ∅). അതിൽ തന്നെ ഈ f(θ∅) ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ് വെച്ചാൽ നമ്മൾ വരുന്ന ഇൻസിഡൻറ്റ് പാർട്ടിക്കിളെല്ലാം എന്താണ്, നിങ്ങൾ നേരത്തെ ഫിഗർ വരച്ചതിൽ നിങ്ങൾക്കറിയാം സ്കാറ്ററിങ് ആ ഒരു കോണ് വരച്ചപ്പം ഇത് Z ഡയറക്ഷൻ, ഇത് Y ആക്സിസ്, ഇതിൽ XYയിലുള്ള പ്രൊജക്ഷനാണ്. ഇവിടെ നിന്ന് ഈ Z2ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത്? ഫൈ. ഇവിടെ ഈ Z2ആയിട്ട് സ്കാറ്ററിങ് ഉണ്ടാക്കുക മീൻസ് ഈ വരുന്ന പാർട്ടിക്കിളുമായിട്ട് ഉണ്ടാക്കുക. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് തമ്മിൽ ഇൻട്രാക്ഷൻ ഒന്നുമില്ല, അതിനെല്ലാം സെയിം എനർജീസ് ആണെന്നും നമ്മൾ അസംഷനിൽ എടുത്തിട്ടുണ്ട്. അപ്പം ഈ വരുന്ന ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ ഈ Z ആക്സിസിന് സിമ്മട്രിക് ആയിരിക്കും. Z ആക്സിസിൻ്റെ സിമ്മട്രിക് ആണെങ്കിൽ ഈ ആംഗിളിന് കാര്യമായിട്ടുള്ള വേരിയേഷൻ വരില്ല. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ മോഡുലേഷൻ ഫാക്ടർ f(θ∅) നോട്ട് ഡിപ്പെൻഡ് ഓൺ ഫൈ, ഓൺലി ഡിപ്പെൻഡ് ഓൺ f(θ). അപ്പോൾ നമ്മൾ നമ്മുടെ സ്കാറ്റേർഡ് വേവ് ഫംഗ്ഷൻ ψs ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? e⁻⁴ പ്ലസ് f(θ) e⁻⁴. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഈ ഒരു ടേം ഇവിടെ നിന്നാണ് വന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത്രയും ഭാഗം വന്ന് ഫസ്റ്റ് നമ്മൾ സ്ഫെറിക്കലി സിമെട്രിക് ആണ്, ദെൻ ഒരു മോഡുലേഷൻ ഫാക്ടറും കൂടെ ഉണ്ടാവും, അതെടുത്തു. ഇപ്പം എല്ലാ പാർട്ടിക്കിൾസിനും എന്ത് സംഭവിക്കണമെന്നില്ല? സ്കാറ്ററിങ് സംഭവിക്കണമെന്നില്ല. ദർ ആർ സം അൺസ്കാറ്റേർഡ് പാർട്ടിക്കിൾ വിച്ച് എന്ത് ചെയ്യുക? അൺസ്കാറ്റേർഡ് പാർട്ടിക്കിൾ എങ്ങനെ തന്നെ ഉണ്ടാവും? പ്ലെയിൻ വേവിൻ്റെ ഫോമിലുണ്ടാവും. അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ e⁻⁴ എന്നുള്ള ടേം കൂടെ ψs ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കാണിക്കാം. ഇൻസിഡൻ്റ് എന്താണ്? പ്ലെയിൻ വേവ് ആണ്. അതിൽ നിന്ന് ഈ ഒരു സ്കാറ്ററിങ് സെൻറ്ററിനെ എന്ത് ചെയ്യും? സ്കാറ്ററിങ് സെൻറ്ററിൽ ഹിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമുക്ക് എന്തുണ്ടാവും? സ്ഫെറിക്കൽ വേവ്സ് ഉണ്ടാവും. അത് ബേസ്ഡ് ഓൺ തീറ്റനം അനുസരിച്ച് അതിൻ്റെ മോഡുലേഷൻ ഫാക്ടർ ഉണ്ടാവും. സം അൺസ്കാറ്റേർഡ് പ്ലെയിൻ വേവ്സും എന്തുണ്ടാവും? സ്കാറ്റേർഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇതിൽ ആ ഒരു സെക്കൻഡ് ടേം ഇല്ലേ, നമ്മൾ ψs ഈസ് ഈക്വൽ ടു e⁻⁴ പ്ലസ് f(θ) ഇൻറ്റു e⁻⁴ ഇല്ലേ, അതിലെയാണ് സ്കാറ്ററിങ് ആംപ്ലിറ്റ്യൂഡ് പറയുന്നത്. സ്കാറ്ററിങ് വേവിൻ്റെ കൂടെ മോഡുലേഷൻ ഫാക്ടറായ f(θ) വരുന്നതിനാണ് എന്ത് പറയുന്നത്? സ്കാറ്ററിങ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ψs കിട്ടി, JSCR കണ്ടുപിടിക്കുക. ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം psi സ്റ്റാറിന് f(θ) e⁻⁴ ഡോ ബൈ ഡോ ആർ ഓഫ് f(θ) e⁻⁴ മൈനസ്
എഫ് ഓഫ് സൈക്ക് എഫ് ഓഫ് തീറ്റ ഇ റേസ് ടു ഐ കെ ആർ ബൈ ആർ ദെൻ ഡോ ബൈ ഡോ ആർ ഓഫ് എഫ് ഓഫ് തീറ്റ ഇ റേസ് ടു മൈനസ് ഐ കെ ആർ ബൈ തീറ്റ. ഇതിലൊരു കാര്യം പറയാൻ വിട്ടുപോയത്, ഈ ജെ എസ് സി ആർ പറഞ്ഞാൽ എന്താണ്? ജെ എസ് സി ഡോട്ട് ആർ അല്ലേ? അല്ല, എലോങ് സ്കാറ്റേഡ് എലോങ് ആർ ഡയറക്ഷൻ അല്ലേ ജെ എസ് സി ആർ എടുത്തത്. അപ്പം ഡോട്ട് ആർ ആയതുകൊണ്ട് ബാക്കി കമ്പോണൻ്റായുള്ള എഫ് ഓഫ് തീറ്റ എബൌട്ടുള്ള ഡോട്ട് പ്രോഡക്റ്റൊക്കെ സെഡ് ഈ ആംഗിളിലൊക്കെ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിപ്പോൾ? 0 ആയിപ്പോൾ. അപ്പോൾ നമ്മൾ ഇതിനെ വേണമെങ്കിൽ സൈ സ്റ്റാർ മൈനസ് ഐ എച്ച് കട്ട് ബൈ 2m സൈ സ്റ്റാർ ഡോ സൈ ബൈ ഡോ ആർ മൈനസ് ഐ ഇൻറ്റു ഡോ സൈ സ്റ്റാർ ബൈ ഡോ ആർ. ഡോട്ട് ആർ ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. അതുകൊണ്ട് നമുക്ക് ഈ എഫ് ഓഫ് തീറ്റ ഒക്കെ എന്തായിട്ട് തന്നെ എടുക്കാം? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ അതിൽ നിന്ന് ഇവിടെ ഒരു എഫ് ഓഫ് തീറ്റ ഉണ്ടാവും. അതേപോലെ സെക്കൻഡ് ടേമിൽ ഉണ്ടാവും, വിച്ച് ഇസ് മോർലെസ് എഫ് ഓഫ് തീറ്റ സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ദെൻ ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പ്രൊഡക്റ്റ് റൂൾ അല്ലെങ്കിൽ കോഷ്യൻ റൂൾ യൂസ് ചെയ്യണം. ദെൻ എന്തായാലും നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക. കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ജെ എസ് സി ആർ ഇസ് ഈക്വൽ ടു എച്ച് കട്ട് കെ ബൈ എം ആർ സ്ക്വയർ മോഡ്ലെസ് എഫ് ഓഫ് തീറ്റ ഹോൾ സ്ക്വയർ കിട്ടും. പൊട്ടിയിട്ട് ഇക്വേഷൻ നമ്പർ 8. നമ്മൾ ഇക്വേഷൻ 3 എന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അവിടെ എന്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? ഡിഫറൻഷ്യൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ്റെ ടേമിൽ നിന്ന് ടോട്ടൽ സ്കാറ്ററിങ് ഏരിയ കണ്ടുപിടിക്കലായിരുന്നു. അതിൽ ജെ ഇന്നും ജെ എസ് സി ആറും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് ഫസ്റ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതി. ദെൻ അതിൽ നിന്ന് നമ്മൾ സൈ കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ സൈ കണ്ടുപിടിച്ചു. അപ്പം ആ രണ്ട് ഇക്വേഷനും, ഇക്വേഷൻ 6ഉം ഇക്വേഷൻ 8ഉം ഇക്വേഷൻ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സിഗ്മ ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എച്ച് കട്ട് കെ ബൈ എം ആർ സ്ക്വയർ മോഡ്ലെസ് എഫ് ഓഫ് തീറ്റ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച് കട്ട് കെ ബൈ എം ഇൻറ്റു ആർ സ്ക്വയർ ഡി ഒമേഗ. എച്ച് കട്ട് കെ ബൈ എം എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. ദെൻ ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്യും. അപ്പോൾ ബാക്കി ഉണ്ടാവുക സിഗ്മ ടി ഈസ് ദ ഇൻ്റഗ്രൽ മോഡ്ലെസ് എഫ് ഓഫ് തീറ്റ ഹോൾ സ്ക്വയർ ഡി ഒമേഗ വിച്ച് ഈസ് ദ ടോട്ടൽ സ്കാറ്ററിങ് ഏരിയ. അപ്പം ഈ ഒരു എക്സ്പ്രഷൻ ഓർത്ത് വെക്കണം. കാരണം പ്രോബ്ലം എഫ് ഓഫ് തീറ്റ തന്ന് സിഗ്മ ടി കണ്ടുപിടിക്കാനൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക? അതിൻ്റെ മോഡുലസ് സ്ക്വയർ എടുക്കുക, ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എബൌട്ട് ദ സോളിഡ് ആംഗിൾ ഓഫ് ദാറ്റ് കോൺ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ. ഇനി ഈ ഒരു ഇക്വേഷനൊക്കെ നമുക്ക് ഇനി ഈ ഒരു കോഴ്സ് മൊത്തം സ്കാറ്ററിംഗ് കോഴ്സ് കംപ്ലീറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം ശരിക്കും മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. വിച്ച് ഈസ് ദ ടോട്ടൽ സ്കാറ്ററിംഗ് ഏരിയ. ക്ലാസ് കുറച്ച് ഈ സ്കാറ്ററിംഗ് കുറച്ച് ഹെവിയാണ്, എസ്സേ ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ക്ലാസ് വീഡിയോ ലെങ്ത് ഏറും കരുതിയിട്ടാണ് എൻ്റെ ക്ലാസ് ഒന്ന് സ്പീഡായത്. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ബാക്കോട്ട് നോക്കിയിട്ട് ക്ലാസ് ശ്രദ്ധിക്കാം. അപ്പം താങ്ക് യു.